ഇപ്പോഴും നമ്മുടെ ചാനലിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. സുന്നി സംഘടനകൾ പിന്മാറി CPM അനുകൂല വിഭാഗമാണ് ഈ സമ്മേളനം നടത്തുന്നതെന്നാണ്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ സാരഥി സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ ഓൺലൈനിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി സമസ്തയുടെ ഒരു സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. ബഹുമാനപ്പെട്ട ആവേശമായ ഉമർ ഫൈസി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു. എന്നിട്ടും ഈ ചാനലുകൾ അതേപോലെ കൊടുക്കുന്നുവെങ്കിൽ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പാറായി തിളക്കാൻ മീഡിയ വൺ തീരുമാനിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വഖഫ് അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം, ഇത് മുസ്ലിം സമുദായത്തിന്റെ പൊതു ആവശ്യമാണ് എന്ന നിലയിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് സുന്നി ഉലമാക്കൾ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം, അതുപോലെ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങളുടെ അനുവാദവും ആശീർവാദ പ്രകാരം, അതുപോലെ മൗലാന നജീബ് മൗലവിയുടെ സമ്മതപ്രകാരം എല്ലാ സംഘടനകളെയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നലെ രാത്രി 11 മണി വരെയും ഇതിൽ നിന്ന് പിന്മാറിയതായിട്ട് ഒഫീഷ്യലായിട്ട് ഒരറിയിപ്പും നൽകിയിട്ടില്ല. വാർത്താ മീഡിയകളിൽ വന്ന വാർത്തകളല്ലാതെ ഇതിന്റെ സംഘാടകരായ ഞങ്ങളെ വിളിച്ച് ഈ 8-ാം തീയതി മുതൽ ഈ മെയ് 4-ാം തീയതി വരെ ഈ സമയം വരെ ഒരു നേതാവും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങൾ എത്തുകയില്ല എന്ന് സാമാന്യ മര്യാദയുടെ ഭാഷയിൽ ആരും പറഞ്ഞിട്ടില്ല. പരിപാടി മുന്നോട്ട് നീങ്ങട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നേതൃത്വങ്ങളും ഞങ്ങളെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദായത്തിന്റെ പൊതുവിഷയം കടന്നു വരുമ്പോ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അണികൾ തയ്യാറാണ്. അവിടെ ലീഡർഷിപ്പ് പരാജയപ്പെടുന്നതിന് സംഘാടകരായ ഞങ്ങൾ ഉത്തരവാദികളല്ല. അള്ളാഹു ഈ ഐക്യം കേരള മാസകലം കൊടുങ്കാറ്റായി ആഞ്ഞടിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടും വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.